കോൺഗ്രസ് പൊളിറ്റിക്സിലെ ഇല്ലാത്തവർ അവരെല്ലാം യഥാർത്ഥത്തിൽ ജൈവികമായി നൽകി, ആർട്ടിഫിഷ്യലായിട്ടല്ല, ഓർഗാനിക്കായി വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ജനമനസ്സും പാർട്ടി മനസ്സും ഒന്നല്ല. മുഖ്യമന്ത്രിയേക്കാളൊക്കെ തറപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനമാണ് AICC പ്രസിഡന്റ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഇരുന്ന കസേരയാണ്. ആ കസേരയിൽ ഒരു നാൾ KC വേണുഗോപാൽ ഇരിക്കില്ല എന്ന് പറയാനുള്ള മൗഢ്യം എനിക്കില്ല. കോൺഗ്രസ്സുകാരെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം എങ്ങനെ നുകരാം എന്നാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വി ഡി സതീശൻ ഒരു ഗ്രൂപ്പും കളിച്ചില്ല, രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകളിൽ നിർത്തി. പക്ഷേ KC വേണുഗോപാൽ ഗ്രൂപ്പിന് അതീതമായി ഒരുതരം ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുത്തു. രമേശ് ചെന്നിത്തല പറയുന്നത് താൻ എന്ത് തെറ്റാണ് ചെയ്തത്, എപ്പോഴും താൻ കീഴടങ്ങി. ഉമ്മൻചാണ്ടി 2011 മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി താൻ വഴിമാറി കൊടുത്തു. ഉമ്മൻചാണ്ടി വലിയ നേതാവാണ്, സംശയമൊന്നുമില്ല, സീനിയറാണ്. അതേസമയം 2021 താൻ അൺഫോർച്ചുനേറ്റാണ്. KC വേണുഗോപാലിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഭരണം മോശമാണ് എന്ന് തെളിയിക്കാൻ CPM-നേക്കാൾ BJP-യേക്കാൾ ഉത്സാഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടാവാം, MLA-മാരുണ്ടാവാം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്രയേറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്ന ഈ തീരുമാനത്തിന് പിന്നാലെ കുറച്ച് കല്ലുകടി ഇനി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണവും സൂചനയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പരിശോധിക്കാം, വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രിയായുള്ള ഭരണം എത്രത്തോളം സുഗമമായിരിക്കും? പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പോര് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമോ? നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഒടുവിൽ വി ഡി സതീശനെ തീരുമാനിച്ചിരിക്കുകയാണ്. ശക്തമായ മത്സരം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. 3 പേർ രംഗത്തുണ്ടായിരുന്നു. ആക്റ്റീവായി KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജനങ്ങൾ പ്രക്ഷോഭമായി രംഗത്തിറങ്ങിയത് അല്ലെങ്കിൽ പാർട്ടി അണികൾ രംഗത്ത് ഇറങ്ങിയത് ഗുണം ചെയ്തു എന്നാണോ, ഘടകകക്ഷികളുടെ പിന്തുണയാണോ, എന്തായിരിക്കാം വി ഡി സതീശന് ഗുണമായത്? ഒന്നിലധികം ഫാക്ടേഴ്സ് ഒരുപോലെ വർക്ക് ചെയ്തു എന്ന് പറയാം. ആത്യന്തികമായി പറഞ്ഞാൽ ആദ്യാവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഹൈക്കമാൻഡ് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഈ വർഷങ്ങൾക്ക് 1 പതിറ്റാണ്ട് മുൻപ് ഒരു സിനിമ അവാർഡ് പ്രഖ്യാപന വേളയിൽ ജൂറി അംഗം ഒരു അക്ഷരപ്പിശകിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഈ ചിത്രം ഏറ്റവും നല്ല ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം ആദ്യാവസാനം ജുഗുപ്സ നിലനിർത്തി. അപ്പോൾ ആളുകൾ ഈ ജുഗുപ്സ എന്ന് പറഞ്ഞത് എന്താണ്? വളരെ മോശപ്പെട്ട ഒരു കാര്യമാണല്ലോ ജുഗുപ്സ. അതായത് ആദ്യാവസാനം ജിജ്ഞാസ നിലനിർത്തി എന്നത് പോസിറ്റീവും, അതൊരു സിനിമയ്ക്ക് വേണ്ടതാണ്. ജുഗുപ്സ എന്ന് പറയുന്ന എന്താണോ വെറുക്കപ്പെടുന്നത്, ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ അശ്ലീലം, അത് നിലനിർത്തി കൊണ്ടുപോയി. അതൊരു തന്ത്രമാണ്. യഥാർത്ഥത്തിൽ വി ഡി സതീശന് കൊടുക്കണമെങ്കിൽ മഹാമേരു പോലെ നിറഞ്ഞു നിന്ന KC വേണുഗോപാലിനെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റണം. നേരെ ചൊവ്വേ പറഞ്ഞാലൊന്നും ഒരുപക്ഷെ മനസ്സിലാവില്ല. അതുകൊണ്ട് 11 ദിവസം എടുത്തുകൊണ്ട് അവസാനം ഇതേ പറ്റൂ, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാവുന്ന അന്തരീക്ഷം ഇല്ല എന്ന് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് കിട്ടി. ഒരുപക്ഷെ 1 അല്ല 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെടും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആണ് അദ്ദേഹം, KC വേണുഗോപാൽ. ആലപ്പുഴയിൽ ഒരു UDF സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നത് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും. കോൺഗ്രസിലെ അനൈക്യം ഒരു കാരണമാവാം. 2, സുരക്ഷിതമായ ഒരു സീറ്റ് കേരളത്തിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. കണ്ടെത്തി മത്സരിച്ചാൽ ജയിക്കുമെന്നുറപ്പില്ല. കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും, ലീഗ് എങ്ങനെ നിൽക്കും, ഇതൊക്കെ നോക്കുമ്പോൾ ഇരിക്കൂർ സീറ്റോ ആലപ്പുഴ സീറ്റോ ഉൾപ്പെടെയുള്ള സീറ്റുകൾ സുരക്ഷിതമല്ല എന്ന ഒരു പക്ഷേ ഒരു റിപ്പോർട്ട്. ആന്റണിയുമായി സംസാരിച്ചപ്പോൾ അവസാനം ഒരു ധാരണയായി. ആന്റണി ഉള്ള കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. മാഡം സോണിയ, അതുകൊണ്ട് അല്ലെങ്കിൽ മിസ്റ്റർ രാഹുൽ, പ്രിയങ്ക, മോളെ ഇത് ശരിയാവില്ല, ഇത് ജനഹിതം പരിശോധിക്കണം എന്ന് കോൺഗ്രസ്സുകാർ പറയും. ചിലരൊക്കെ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ പറയും. അത് മാത്രമല്ല കാര്യം, ഇവിടെ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകണമെങ്കിൽ, കേരളത്തിൽ ഒരു പിൻബലം വേണമെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ കൂടി
പിന്തുണ വേണം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആവശ്യമായി വരും. അപ്പോൾ പ്രായോഗികമായി ചിന്തിക്കൂ, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങൾ തീർച്ചയായും കെ സി വേണുഗോപാലിന് അനുകൂലമായി കൈപൊക്കും. കാരണം കെ സിയുടെ ഹാൻഡ് പിക്ഡ് നോമിനീസാണ് ഇവരിൽ പലരും. പണം എത്തിച്ചു കൊടുത്തു, ഹൈക്കമാൻഡിൽ നിന്നും AICCയിൽ നിന്നും പണം റൂട്ട് ചെയ്തു എന്നതും വലിയൊരു കാര്യമാണ്. നാളെയും കാണേണ്ടതും കെ സി വേണുഗോപാലിന് തന്നെയാണ്. അതുകൊണ്ട് അവരെന്ത് പറയുന്നു എന്നത് അക്കഡമിക് മാത്രമാണ്. അതേസമയം ജനമെന്ത് പറയുന്നു, സാധാരണ തെരുവിലെ ജനമെന്ത് പറയുന്നു, വോട്ട് ചെയ്ത ജനസാമാന്യം എന്ത് പറയുന്നു, ഇതൊക്കെ പരിഗണിക്കാതെ ഒരു തീരുമാനമെടുത്താൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ BJPക്കാർ അല്ലെങ്കിൽ മറ്റ് ചിലർ വിളിക്കുന്ന ഓമന പേര് കോൺഗ്രസ്സുകാർ പോലും വിളിച്ചു തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവസാനം തലയിൽ വെളിച്ചം ഉദിച്ചു എന്നാണ്. അതുകൊണ്ട് മാഡം സോണിയ, പ്രിയങ്കയ്ക്ക് വയനാട് കൂടിയേ തീരൂ. ഇനിയും ഒരു പക്ഷേ ലോക്സഭയിൽ എത്തണമെങ്കിൽ വയനാട് ശരണമാകും. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്, അത് വലിയ കാരണമാണ്. അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ കടുംപിടുത്തം, മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ സതീശൻ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഇതിഹാസ നായകത്വം, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം, ഇതൊന്നും തന്നെ ഈ AICC നിരീക്ഷകരുമായുള്ള ചർച്ചയിൽ പ്രതിഫലിക്കപ്പെടുന്നില്ലല്ലോ. MLA-മാരെ മാത്രം കാണുന്നു പോകുന്നു, കോൺഗ്രസ് നേതാക്കളെ കാണുന്നു പോകുന്നു. അവരൊക്കെ പറഞ്ഞതിന് ഉപരിയായി ചില ആത്യന്തിക സത്യങ്ങളുണ്ട്. അതാണ് ധാരണയായി അവസാനം രൂപപ്പെട്ടത്. ഇതിപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, മഹാമേരു പോലെ നിന്ന കെ സി വേണുഗോപാലിനെ പറഞ്ഞനുനയിപ്പിക്കുവാൻ 11 ദിവസം. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും കൊടുക്കണമല്ലോ കനപ്പെട്ടത്. കെ സി വേണുഗോപാൽ നല്ല മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഇതുവരെ തൊട്ടതെല്ലാം പൊന്നായി. വേണ്ട എന്ന് വയ്ക്കുമ്പോഴും അതിനേക്കാൾ വലുതൊന്ന് ലഭിക്കും എന്നതറിയണമെങ്കിൽ AK ആൻ്റണിയുടെ അടുത്ത് ട്യൂഷന് പോയാൽ മതി. AK ആൻ്റണി കേരള മുഖ്യമന്ത്രി പദം വേണ്ട എന്ന് വെച്ച ആളാണ്. പിന്നീട് അദ്ദേഹത്തെ തേടി വന്നത് 2 പ്രാവശ്യം മുഖ്യമന്ത്രി പദം, കേന്ദ്രമന്ത്രി പദം എന്ന് വേണ്ട കിട്ടാവുന്ന പദവികളെല്ലാം, വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗത്വം എന്ന് വേണ്ട, ഗാന്ധി നെഹ്റു ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കെ സി വേണുഗോപാൽ വഹിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം ഒരു കാലത്ത് ആൻ്റണിക്ക് ഉണ്ടായിരുന്നു എന്ന് നോക്കണം. അവിടെ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചാലേ അതിനേക്കാൾ വലുത് എത്തിപ്പിടിക്കാനാവൂ. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 4 തസ്തികകളാണ് യഥാർത്ഥത്തിൽ പരിഗണനാ വിഷയം. ഒന്ന് കിട്ടാക്കനിയാണ്, അത് ഗാന്ധി നെഹ്റു ഫാമിലിക്ക് മാത്രമായി റിസർവ് ചെയ്ത് വെച്ചതാണ്. ഇടയ്ക്കൊരു മൻമോഹൻ സിംഗ് വന്നു, നരസിംഹറാവു വന്നു, അത് ഒഴിച്ചാൽ മറ്റാരും ഇതിന് പുറത്തുനിന്ന്, ലാൽ ബഹദൂർ ശാസ്ത്രി വന്ന് മറക്കുന്നില്ല, അതിന് പുറത്ത് ഒരാൾ വരാനുള്ള സാധ്യത കുറവാണ്. രാഹുൽ ഗാന്ധി നിൽക്കെ, പ്രിയങ്ക ഗാന്ധി നിൽക്കെ പ്രധാനമന്ത്രി പദവിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് കെ സി വേണുഗോപാലിന്. പിന്നെ പ്രതീക്ഷിക്കാനുള്ളത് വലിയ ഒരു സ്ഥാനമാണ്, മുഖ്യമന്ത്രിയേക്കാളൊക്കെ തറപ്പുകത്ത് നിൽക്കുന്ന സ്ഥാനമാണ് AICC പ്രസിഡന്റ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഇരുന്ന കസേരയാണ്. ആ കസേരയിൽ ഒരു നാൾ കെ സി വേണുഗോപാൽ ഇരിക്കില്ല എന്ന് പറയാനുള്ള മൗഢ്യം എനിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുക. തൽക്കാലം തനിക്ക് വന്ന ഒരു സൗഭാഗ്യം താൻ അടിയറ വെച്ചു. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു വലിയ സ്ഥാനം നേടിയെടുത്തു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദപ്പെടുത്താതെ. ഇതൊരു സമ്മർദ്ദപ്പെടുത്തിയ 11 ദിവസം സമ്മർദ്ദം ചില്ലറ സമ്മർദ്ദമല്ല. ഒരു 2-2.5 മണിക്കൂർ, ഏറ്റവും അവസാന ദിവസവും 14-ാം തീയതി രാവിലെ ഒരു പ്രഖ്യാപനം വരുന്നതിന് 1 മണിക്കൂർ മുൻപ് വരെ രാഹുൽ ഗാന്ധിയുടെ ഭവനത്തിൽ പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു മിസ്റ്റർ കെ സി വേണുഗോപാൽ. 2.5 മണിക്കൂർ പറഞ്ഞ് ഒരു ധാരണയിലെത്തിയാണ് കെ സി വേണുഗോപാലിനെ അവസാനം അനുനയിപ്പിച്ചത് എന്നതാണ് പൊതുവെ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ എന്താവാം ഓഫർ? ഊഹിക്കാൻ മാത്രമേ പറ്റൂ. ഭാവിയിൽ ലഭിക്കാവുന്ന ഏറ്റവും മുഖ്യമന്ത്രിയേക്കാൾ മേലെയുള്ള ഒരു പൊസിഷൻ ഇതാണ്. 3-ാം സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനമാണ്. കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ അതിന് ശേഷം ഒരു ഓൾറെഡി ആയിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ലെങ്കിൽ അത്തുക്കും മേലെ പറക്കാൻ കഴിയുന്ന നേതാവ് തന്നെയാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ കെ സി വേണുഗോപാൽ എന്തായാലും അസംതൃപ്തനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് വ്യക്തമാണ്. ഇനി അങ്ങോട്ടുള്ള വാക്കുകളിൽ അദ്ദേഹം കൗശലം ഒളിപ്പിക്കും. അതെ, വാക്കുകൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ വായിച്ചാൽ അസംതൃപ്തിയുടെ ഒരു തോത് മനസ്സിലാക്കാം. അതെ, വേണമെങ്കിൽ താൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനവും അങ്ങ് തന്നേക്കാം എന്ന് പറയുമ്പോൾ നിരാശാബോധം അവിടെ ഉണ്ട്. അത് മറച്ചു വെക്കാൻ കഴിയുന്നില്ല. ഇത്രയും പരിണിത പ്രജ്ഞനാണെങ്കിൽ പോലും അത് പൂർണ്ണമായി മറച്ചു വെക്കാൻ കഴിയുന്നില്ല. പക്ഷേ പൊതുവെ പറഞ്ഞതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണ്. ഞാൻ VD സതീശനെ പൂർണ്ണമായി സ്വീകരിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡിനോടൊപ്പം നിൽക്കും. കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കും. ഞാൻ
ത്രിവർണ്ണ പതാക പുതച്ച് പിന്നെ ആണ് എൻ്റെ അന്ത്യം, അതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഒരു അന്ത്യം എന്ന് വരെ പറഞ്ഞു വെച്ചു. പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങളാണ്. പക്ഷേ അനുയായികൾക്ക് അത്രയും ഒരു മെയ്വഴക്കം ഇല്ല. ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന റാന്നിയിലെ MLA, പുതിയ MLA പഴകുളം മധു, അതുപോലെ ചടയമംഗലം, ഏറെക്കാലത്തിന് ശേഷം ചടയമംഗലം സീറ്റിൽ നിന്ന് ജയിച്ചു വരുന്ന, ആദ്യമായിട്ട് നിയമസഭയിലെത്തുന്ന MM നസീർ, ഈ രണ്ടുപേരും അതുപോലെ M ലിച്ചു ഉൾപ്പെടെയുള്ള ആളുകളും സംസാരിച്ചത് ഒരുപക്ഷെ KCയുടെ ഗ്രൂപ്പ് മാനേജർമാരായിട്ട് തന്നെയാണ്. അതായത് KC വേണുഗോപാലിനെ മനഃപൂർവ്വമായി VD സതീശൻ പക്ഷത്ത് നിന്ന് ആരെങ്കിലും മോശമായി ചിത്രീകരിക്കുന്നു. സംഘടിതമായ ശ്രമം നടന്നു. മുഖ്യമന്ത്രിയുടെ ആദ്യ ജോലി എന്ന് പറഞ്ഞാൽ KCക്കെതിരെ വ്യാജ പ്രചരണം നടത്തി മോശക്കാരനായി ചിത്രീകരിച്ച ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഇതാണോ ആദ്യത്തെ പ്രയോറിറ്റി? എത്രയോ പ്രയോറിറ്റീസ് കിടക്കുന്നു. ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ VD സതീശനെ ആക്ഷേപിക്കാൻ എത്രയോ ശ്രമങ്ങൾ നടന്നു. ചെന്നിത്തലയെ ആക്ഷേപിക്കാൻ ആക്ഷേപവും കൗണ്ടർ ആക്ഷേപവും ഒക്കെ നടന്നതാണ്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു. KC വേണുഗോപാലിനൊപ്പം 47 പേരോളം ഉണ്ടെന്നാണ് കണക്ക്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ. പക്ഷേ ഇതൊക്കെ കോൺഗ്രസ് ആണ് പാർട്ടി. അധികാരത്തിലേക്ക് പുതിയൊരു മുഖം വരുമ്പോൾ അങ്ങോട്ട് ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുക എന്നതാണ് കോൺഗ്രസ്സുകാരുടെ DNA-യുടെ അനാലിസിസിൽ കാണാവുന്നത്. വിച്ച് സൈഡ് ഓഫ് ദ ബ്രെഡ് ഈസ് ബട്ടേർഡ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കോൺഗ്രസ്സുകാരനെ ആരും പഠിപ്പിക്കേണ്ട. അല്ലേ, മീൻ കുഞ്ഞിനെ നീന്തലോ പോപ്പിനെ കുർബാനയോ പഠിപ്പിക്കാൻ ആരും വളർന്നില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം എങ്ങനെ നുകരാം എന്നാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് VDക്ക് ഒരു പിന്തുണയൊക്കെ ലഭിക്കും. പക്ഷേ മറുപക്ഷത്തും ചില നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിഴൽ യുദ്ധമാകാനാണ് സാധ്യത. അതാണ് ചിലരൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ VD മുഖ്യമന്ത്രിയായി, ഓക്കെ, പക്ഷേ അത്ര കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. KC ചില്ലറക്കാരനല്ല. ഇനിയിപ്പോൾ സാർ പറഞ്ഞതുപോലെ AICC അധ്യക്ഷനായി വരികയാണ് എങ്കിൽ കൂടി കാര്യങ്ങൾ എല്ലാത്തിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും VD സതീശന് പെർമിഷന് വേണ്ടി പോകേണ്ടത് KCക്ക് മുന്നിലേക്കാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം സൃഷ്ടിക്കുമോ ഭരണപരമായ കാര്യങ്ങളിൽ? അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ട്യൂഷന് പോകാമായിരുന്നു. അച്യുതാനന്ദൻ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയല്ലേ. ഒരു ഇതിഹാസ പുരുഷനായിരുന്നല്ലോ ശ്രീ VS അച്യുതാനന്ദൻ, സഖാവ് അച്യുതാനന്ദൻ. അതെ, അച്യുതാനന്ദൻ്റെ പിന്നിൽ ജനം അണിനിരുന്നു. പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകൾ, സാധാരണ CPI മാർക്സിസ്റ്റ് അണികൾ അണിനിരുന്നു. ഗ്രൂപ്പുകളുണ്ട് എങ്കിൽ പോലും. അങ്ങനെയാണ് VS അച്യുതാനന്ദൻ 2006 പൊതു തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPM സീറ്റ് നൽകിയത്. പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് മാറ്റി. അങ്ങോട്ട് കൊടുക്ക് സീറ്റ്, സഖാവ് അച്യുതാനന്ദൻ മത്സരിക്കട്ടെ. അങ്ങനെ മലമ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നു, വിജയിക്കുന്നു, മുഖ്യമന്ത്രിയാവുന്നു. അപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ മുളയിലെ നുള്ളുക, പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കുക, ഇതെല്ലാം തന്നെ പാർട്ടിയുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അദ്ദേഹം ഫൈറ്റർ ആയിരുന്നതുകൊണ്ട് ജനം തെരുവിലിറങ്ങിയില്ലേ. VD സതീശന് അനുകൂലമായി ജനം തെരുവിലിറങ്ങിയതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ വോസിഫറസായി പന്തം കൊളുത്തി പ്രകടനമാണ് നടന്നത് പലയിടത്തും. CPM-ന്റെ അറിയപ്പെടുന്ന പ്രവർത്തകരാണ് അതിന് മുന്നിൽ നിന്നത്. നോക്കൂ, ഗ്രൂപ്പുകാർ മാത്രമല്ല, ജനം ഒഴുകിയെത്തി പ്രകടനങ്ങൾക്ക്. ഇത് കണ്ടില്ല നടിക്കാൻ അച്ചടക്കമുള്ള പാർട്ടി എന്ന് ക്ലെയിം ചെയ്യുന്ന, കേഡർ പാർട്ടി എന്ന് ക്ലെയിം ചെയ്യുന്ന CPM-ന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ കേഡർ പാർട്ടിയൊന്നും അല്ലാത്ത കോൺഗ്രസ്സിന് അത് കഴിയാതിരിക്കില്ലല്ലോ. അങ്ങനെ അണികൾ നേതൃത്വത്തെ തിരുത്തി എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞപ്പോൾ ഇത്രയധികം അങ്ങ് തിരുത്തൽ വരുമോ അത് കോൺഗ്രസിനുള്ളിൽ എന്ന ഒരു സംശയം യഥാർത്ഥത്തിൽ വരികയാണ്. ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നേ ഉള്ളൂ. VD സതീശൻ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കട്ട നിലപാട്, മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്ന രാഹുൽ ഗാന്ധിക്കുള്ള തോന്നൽ, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുന്നോട്ട് പോകണമെങ്കിൽ അതും കൂടി കണക്കിലെടുക്കണം എന്നൊരു തോന്നൽ. 2, സാധാരണ ജനം, സാധാരണ പ്രവർത്തകർ, ഒന്നുമില്ലാത്ത കോൺഗ്രസ് പൊളിറ്റിക്സേ ഇല്ലാത്തവർ, അവരെല്ലാം യഥാർത്ഥത്തിൽ ജൈവികമായി നൽകി, ആർട്ടിഫിഷ്യലായിട്ടല്ല, ഓർഗാനിക്കായി VD സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ജനമനസ്സും പാർട്ടി മനസ്സും ഒന്നല്ല. സാമാജികരുടെ മനസ്സ് എൻജിനീയർഡാണ്, കുക്ഡപ്പാണ്, കൾട്ടിവേറ്റഡ് ആണ്, ക്രിയേറ്റഡ് ആണ്, എൻജിനീയർഡ് ആണ്. അതേസമയം VD സതീശന് വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പ്രതീതി ജനിപ്പിക്കാൻ KC പക്ഷം ആവതും ശ്രമിച്ചു. MLA-മാർ അങ്ങനെയാണ് പറഞ്ഞത്. ഈവൻ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള വൈസ് പ്രസിഡൻറ്റും അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡൻറ്റുമാരും ഏതാണ്ട് അതേ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ AK ആൻ്റണിയോട് വിളിച്ച് ചോദിക്കുന്നു, K മുരളീധരനെ ഡൽഹിക്ക് വരുത്തുന്നു, അതുപോലെ
മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഫോണിൽ വിളിക്കുന്നു. വി എം സുധീരൻ്റെ വാക്കുകൾ, ഇതൊക്കെ ഒരു പക്ഷവുമില്ലാത്ത ആളുകളാണ്. ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു പുനർവിചിന്തനം തോന്നിയിട്ടുണ്ടാകാം. അതുവരെ മുന്നേ ഓടിയിരുന്ന കെ സി വേണുഗോപാൽ പിൻപനായി പോയത് ആ നിമിഷമാണ്. പിന്നെ ഉള്ള സമയം കെ സി വേണുഗോപാലിനെ ഒന്ന് വരുതിയിലാക്കുക, ഒന്ന് പറഞ്ഞ് ഒന്ന് അടക്കുക. ഇത് തന്നെയാണ് അവിടെ നടന്നത്. അല്ലാതെ വി ഡി സതീശൻ ആദ്യം മുതൽ തന്നെ ഫോർറണ്ണറായിരുന്നെങ്കിൽ പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. അല്ല എങ്കിൽ കെ സി വേണുഗോപാലിന് ആ രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ബാധകമായിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത്. കർണാടകത്തിൽ, തെലുങ്കാനയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ എല്ലാം തന്നെ CLP കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി അതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ളവരെ തിരഞ്ഞെടുത്തു. അതുതന്നെയല്ലേ ഹൈക്കമാൻഡ് അതിന് പുറത്തെ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതങ്ങനല്ല. ഇവിടെ ഒരു ഘടകകക്ഷി കൂടിയുണ്ട് മുസ്ലിം ലീഗ്, മറ്റൊരു ഘടകകക്ഷിയുണ്ട് കേരള കോൺഗ്രസ്, മറ്റൊന്നുണ്ട് RSP. ഇവരെല്ലാം പറഞ്ഞത് ജനഹിതം നോക്കണം. അല്ലെങ്കിൽ അവർ പോയി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ 8 നിലയിൽ പൊട്ടാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് സീറ്റ് കൊടുക്കുന്ന കെ സി വേണുഗോപാൽ അല്ലെന്ന് ഓർക്കണം. കോൺഗ്രസ്സുകാർക്ക് പക്ഷേ അടുത്ത പ്രാവശ്യവും സീറ്റ് കൊടുക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ ടീമായിരിക്കുമെന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി അംഗങ്ങൾ ഒരു നിലപാടും ഘടകകക്ഷികൾ മറ്റൊരു നിലപാടും എടുത്തത്. അതുകൊണ്ട് ആത്യന്തികമായി പരിഗണിക്കപ്പെട്ടത് പ്രായോഗികതയുടെ ഒരു വിജയം. അതുകൊണ്ടാണ് ജനം നേതൃത്വത്തെ തിരുത്തി എന്ന് വീണ്ടും പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇതിപ്പോൾ വേറൊരാൾ കൂടി പിണങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല വളരെ വൈകാരികമായിട്ടാണ് അവിടെ നിന്നും പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാകില്ല എന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ തുണ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മലയാള മാസം 1-ാം തീയതി, അത് 15-ാം തീയതിയാണ്, മെയ് മാസം, ഗുരുവായൂരിൽ തൊഴാൻ പോയതാണെന്നാണ് കേട്ടത്. അതായത് സ്വന്തം നിയോജക മണ്ഡലമായ ആലപ്പുഴ ജില്ല വഴി അങ്ങ് പോയി, ഗുരുവായൂർ പോയി. ഇനി പൊങ്ങുന്നത് ഗുരുവായൂരായിരിക്കും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിന് മുൻപ് തന്നെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്ന രീതിയിൽ സ്വകാര്യമായ സംസാരമുണ്ട്. താനിനി CLPയിൽ പങ്കെടുക്കുന്നില്ല, 14-ാം തീയതി വൈകിട്ട് നടക്കുന്ന കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല. 63 പേരുള്ള കണ്ടിൻജൻറ്റിൽ 62 പേരെ ഉണ്ടാവൂ. താനില്ല. 2, മന്ത്രിസഭയിൽ തനിക്കൊരു ബർത്ത് വേണ്ട, തനിക്കുള്ള കിടക്ക മറ്റാർക്കെങ്കിലും വിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിനിയും അടുത്ത മണിക്കൂറുകൾ, ഇനിയിപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് ഇത് എത്തുന്ന സമയത്ത് ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് മനംമാറ്റം ഉണ്ടാകുമോ എന്ന് കൃത്യമായി നിരീക്ഷിക്കാനാവില്ല. പക്ഷേ അദ്ദേഹം ഖിന്നനാണ്. കോൺഗ്രസിൻ്റെ സീനിയർ നേതാവാണ്. നിലവിൽ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയും ഗ്രൂപ്പ് ഗുരു കൂടിയാണ്. ഗ്രൂപ്പ് കളി ഒരുപാട് ഉണ്ടായിരുന്ന സമയത്ത് ഐ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നല്ലോ ചെന്നിത്തല, ഐ ഗ്രൂപ്പിൻ്റെ ജൂനിയർ ചിഹ്നന്മാരായിരുന്നല്ലോ സതീശനും വേണുഗോപാലും ഒക്കെ. അപ്പോൾ തൻ്റെയും നേതാവ് VD സതീശൻ അതാണ് പറഞ്ഞത്, തൻ്റെയും നേതാവാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതിനു ശേഷം, പേര് പറഞ്ഞതിന് ശേഷമുള്ള ആദ്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? VD സതീശൻ പറഞ്ഞു രമേശ് ചെന്നിത്തല എൻ്റെയും നേതാവാണ്. തുറച്ചു പറഞ്ഞു. ഈവൻ കേന്ദ്രത്തിന് പിടിപാടുള്ള വേണുഗോപാലും എൻ്റെ നേതാവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊളിറ്റിക്കലി കറക്റ്റായ കാര്യങ്ങൾ തന്നെയാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചെന്നിത്തലയ്ക്ക് അത് മതിയാവുമോ എന്നതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വേണുഗോപാലിനെ അക്കോമഡേറ്റ് ചെയ്യാം സംഘടനയിൽ? ചെന്നിത്തല സംഘടനയുടെ മിക്ക സ്ഥാനങ്ങളിലും ഓൾറെഡി ഇരുന്നതാണ്. കേന്ദ്രത്തിലൊരു മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു, അവിടെയൊക്കെ പറഞ്ഞുവിടാം. കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണമില്ല, അതാണ് വലിയൊരു വിഷയം, വലിയ വിഷയമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് മിസ്റ്റർ ചെന്നിത്തലയെ അക്കോമഡേറ്റ് ചെയ്യുക? 70 വയസ്സൊക്കെ ഈ വനവാസത്തിന് പോകാനുള്ള സമയമായില്ല. സതീശനാണ് വനവാസത്തിന് പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു, ചെന്നിത്തലയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. താൻ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനായി പോയത് ഇത്ര വലിയ ഭാരയാകുമെന്ന് കരുതിയില്ല. അല്ല, അത് കറക്റ്റല്ലേ? അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടപ്പോൾ വളരെ അച്ചടക്കമുള്ളൊരു പ്രവർത്തകനെ പോലെയാണ് പോയത്. തീർച്ചയായും 2021 ഗ്രൂപ്പുകൾ അവസാനിച്ചു. VD സതീശൻ ഒരു ഗ്രൂപ്പും കളിച്ചില്ല, രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകളിൽ നിർത്തി. പക്ഷേ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന് അതീതമായി ഒരുതരം ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുത്തു. അവിടെ ഗ്രൂപ്പ് എന്ന് പറയാനാവില്ല, ഒരു മറ്റൊരു ഡൈനമിക്സാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുന്നത് താൻ എന്ത് തെറ്റാണ് ചെയ്തത്, എപ്പോഴും താൻ കീഴടങ്ങി. ഉമ്മൻചാണ്ടി 2011 മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി താൻ വഴിമാറി കൊടുത്തു. ഉമ്മൻചാണ്ടി വലിയ നേതാവാണ്, സംശയമൊന്നുമില്ല, സീനിയറാണ്. അതേസമയം 2021 താൻ അൺഫോർച്ചുനേറ്റാണ്. തൻ്റേതല്ലാത്ത കുറ്റത്തിന്, താൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, തൻ്റേതല്ലാത്ത കുറ്റത്തിന് ജനം ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കിറ്റ് അല്ലെങ്കിൽ പെൻഷൻ, കോവിഡ്, മഹാമാരികൾ, ഇതെല്ലാം തന്നെ ഈ പോൾ നറേറ്റീവ്സിനെ മാറ്റിമറിച്ചു. അപ്പോൾ തനിക്കൊരു അവസരം കിട്ടിയില്ല. അതിനുശേഷം പ്രതിപക്ഷ നേതാവാകേണ്ടത് താനാണ്.
ഈ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ പിന്തുണ. അതെ. പക്ഷേ നിയമസഭാ കക്ഷിയിൽ പിന്തുണ ഇല്ലാതിരുന്ന VD സതീശനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതൃസ്ഥാനം വെച്ച് നീട്ടി. താൻ സർവഥ അംഗീകരിച്ചു. തന്നെ നാളെ പരിഗണിക്കുമെന്ന കണക്കിൽ താൻ നന്നായി പ്രവർത്തിച്ചു. പ്രചരണ കമ്മിറ്റിയുടെ നേതാവായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പം തനിക്കൊരു അവസരം തന്നില്ലെങ്കിൽ ഇനിയില്ല. ഇതൊരു പക്ഷേ ശരിയാണ്. ഇത് അറം പറ്റുന്ന വാക്കുകളാവാം. അതുകൊണ്ട് അദ്ദേഹം ശരിക്ക് ഖിന്നനാണ്. പക്ഷേ VD സതീശൻ എന്ന ജൂനിയർ നേതാവിൻ്റെ കീഴിൽ, പ്രായത്തിൽ ജൂനിയറാണല്ലോ, സംഘടനയിൽ ജൂനിയറാണല്ലോ, ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനമോ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രി സ്ഥാനമോ അതിൽ തൃപ്തിപ്പെടാൻ രമേശ് ചെന്നിത്തല MLAക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ട് ഉണ്ടാവാം. അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? സംഘടനയിൽ ഉന്നതമായ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് ചെന്നിത്തലയുടെ അസംതൃപ്തി പരിഹരിക്കുമോ നോക്കി കാണേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വർക്കിംഗ് കമ്മിറ്റി മെമ്പർഷിപ്പ് നിലനിർത്തുകയും അതുപോലെ അദ്ദേഹം മുൻപ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ തന്നെയായിരുന്നല്ലോ. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസ്ഥാനങ്ങളുടെ ചുമതലയോ ഒക്കെ കൊടുക്കാം. കാരണം അദ്ദേഹം ഒരു ക്രൈസിസ് മാനേജറാണ്. രമേശ് ചെന്നിത്തല നല്ലൊരു ഒരു 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 ട്രബിൾ ഷൂട്ടറാണ്. ആ രീതിയിൽ ഹൈക്കമാൻഡ് ഉപയോഗിക്കാവുന്ന വിശ്വസ്തനായ ഒരാൾ തന്നെയാണ്. മുൻകാലത്ത് ഹൈക്കമാൻഡ് ഇപ്പം KC വേണുഗോപാൽ ഇപ്പോൾ അനുഭവിക്കുന്ന തരം ഒരു സ്വാധീനം സംഘടനാ തലപ്പത്ത് മിസ്റ്റർ ചെന്നിത്തല പണ്ട് അനുഭവിച്ചിരുന്നു. സോണിയാഗാന്ധിക്ക് ഇപ്പോഴും പ്രിയങ്കരൻ തന്നെയാണ്. പക്ഷേ രാഹുൽ പ്രിയങ്ക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സ്ഥിതിഗതികൾ മാറി. KC ആയി അവരുടെ ഇഷ്ടപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരൻ. പക്ഷേ ആ രീതി മാറ്റിമറിക്കാൻ ഒരുപക്ഷെ KC കാലം കഴിയുകയാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒരുപക്ഷെ മാറി മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടാൽ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, പഞ്ചാബ്, അതുപോലെ ഗുജറാത്ത്, ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പുതിയ സെക്രട്ടറിയുടെ കീഴിലായിരിക്കാം, സംഘടനാ സെക്രട്ടറിയുടെ കീഴിലായിരിക്കാം ഒരുപക്ഷെ അത് പോകുന്നത്. അപ്പം ഒരു AICCയിൽ ഒരു അഴിച്ചുപണി ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതോ ഇനിയും MLA എന്നുള്ള നിലയിൽ നിന്നും കേന്ദ്രത്തിലേക്ക് KC വേണുഗോപാൽ ഇരുന്ന സംഘടനാ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുപോകുമോ എന്നും അറിയില്ല. അത് സാധ്യത കുറവാണ്. കാരണം കുറച്ചുകൂടി ചടുലത ആവശ്യമുണ്ട്. നിരന്തരം യാത്ര ചെയ്യാനുള്ള സ്റ്റാമിന രമേശ് ചെന്നിത്തല സ്റ്റാമിന ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ KC വേണുഗോപാലിൻ്റെ അത്രയും ചുറുചുറുക്കോടുകൂടി അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രായത്തിൽ, ഏറെ പ്രായമൊന്നും ആയില്ല, ഇവർ തമ്മിലൊരു 8 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 8-9 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അത് വലിയൊരു ഫാക്ടറാണ്. എപ്പോഴും രാഹുൽ ഗാന്ധിയോടൊപ്പം കാണാൻ കഴിയുമോ, യാത്ര ചെയ്യാൻ കഴിയുമോ, ഇവിടെ ഇന്ത്യയുടെ നൂക്ക് ആൻഡ് കോർണർ അരിച്ചുപെറുക്കി സഞ്ചരിക്കാൻ കഴിയുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെച്ചുമാറലുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതെ, തീർച്ചയായും. അതാണ്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ ഇടക്കാലത്ത് വെച്ച് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇല്ലാതായി. ഇനിയിപ്പോൾ വീണ്ടും ഈ ഗ്രൂപ്പ് പ്രവർത്തനം സജീവമാകാനുള്ള സാധ്യതയുണ്ടോ കോൺഗ്രസിൽ? 2 രീതിയിൽ തന്നെ കാണാം. ഗ്രൂപ്പ് ഇല്ലാതെയാണ് സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഇപ്പം ഗ്രൂപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ പ്രവർത്തന പന്ഥാവിലൂടെ മുഖ്യമന്ത്രി പദത്തിൽ എത്താം എന്ന് തെളിയിച്ചയാളാണ് മിസ്റ്റർ VD സതീശൻ. നാളിതുവരെ ഇപ്പം R ശങ്കറിൻ്റെ കാലം മുതൽ മുഖ്യമന്ത്രിമാർ നാളിതുവരെ ആരും തന്നെ ഗ്രൂപ്പ് കളിക്കാതെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിയിട്ടില്ല. കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആൻ്റണി ആണെങ്കിലും R ശങ്കർ ആണെങ്കിലും എല്ലാവരും തന്നെ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായി തന്നെ എത്തിയവരാണ്. പക്ഷേ ഗ്രൂപ്പില്ലാതെ ജനപിന്തുണ മാത്രം നോക്കി, ഘടകകക്ഷികളുടെ പിന്തുണ മാത്രം നോക്കി, മറ്റു പല പരിഗണനകളും നോക്കി നേതൃത്വത്തിലെത്തിയ VD സതീശന് മാതൃകയാണെങ്കിൽ ഒരുപക്ഷെ ഗ്രൂപ്പ് മാത്രം പോരാതെ വന്നേക്കാം. 2, ഗ്രൂപ്പ് കളിച്ച് ഒരു പക്ഷേ ഈ KC വേണുഗോപാൽ ഒരു വലിയ പ്രഭാവം ചെലുത്തി, ഗ്രൂപ്പെന്ന് ഞാൻ പറയുന്നില്ല, സ്വാധീനം ഉറപ്പിക്കുന്നു. അതുകൊണ്ട് MLAമാരുടെ മേൽ സ്വാധീനം ഉറപ്പിക്കാൻ തക്ക ഒരു പ്രഭാവം നിലവിൽ KC വേണുഗോപാൽ അല്ലാതെ മറ്റൊരു നേതാവിനും കേരളത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ KC വേണുഗോപാൽ ഇത്രയും സ്വാധീനം ചെലുത്തിയിട്ട് പോലും മുഖ്യമന്ത്രി പദവിയിൽ എത്താതിരിക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു സാഹസത്തിന് ആരെങ്കിലും മുതിരുമോ അതും അറിയില്ല. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ മുന്നോട്ട് പോകുമോ, അത് അവർക്ക് തന്നെ നല്ലതാവുമോ അറിയില്ല. പക്ഷേ KC വേണുഗോപാലിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഭരണം മോശമാണ് എന്ന് തെളിയിക്കാൻ CPM-നേക്കാൾ BJP-യേക്കാൾ ഉത്സാഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടാവാം, MLAമാരുണ്ടാവാം. ശൈലി മാറണം. കരുണാകരനെതിരെ പറഞ്ഞത് എന്താണ്? തിരുത്തൽവാദികൾ പറഞ്ഞത് എന്താണ്? ശൈലി മാറണം, പ്രവർത്തന ശൈലി മാറണം. VD സതീശനും സമാനമായ ഒരു തൻ്റെ ഇടവും ഒക്കെ ഉള്ള ആളാണ്. അപ്പം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് ആത്യന്തികമായി പ്രതികരിക്കുന്നത്? ഒരുപക്ഷെ ഇപ്പോൾ നെഞ്ചിലേറ്റി നടക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം, മുസ്ലിം ലീഗ് കാര്യം വരുമ്പോൾ 5-ാം മന്ത്രിയോ 6-ാം മന്ത്രിയോ ഒക്കെ ചോദിച്ച് കാര്യം വന്നാൽ ഒരുപക്ഷെ VD സതീശൻ എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുമോ? ഒരു ചോദ്യം. 2, ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും
ശ്രീ ജി സുകുമാരൻ നായരെയും ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? ഇതൊക്കെ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരുന്നുകൊണ്ടെന്ന് പറയാം. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് NSSൻ്റെയോ SNDPയുടെയോ സമുദായ ആചാര്യന്മാരുമായിട്ട് ഒരു നിരപ്പിൽ പോയില്ല എങ്കിൽ, നിരങ്ങാൻ പോയില്ലെങ്കിൽ പോലും തിണ്ണവരെയൊക്കെ ഒന്ന് പോയി കൈ കൊടുത്ത് നിൽക്കാനേ പറ്റൂ ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക്, UDFൻ്റെ മുഖ്യമന്ത്രിക്ക്. അതാണ് UDFൻ്റെ ഒരു രീതി. ആ രീതി ഒറ്റയടിക്ക് മാറ്റിമറിച്ചുകൊണ്ട് VD സതീശൻ മാജിക്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാണിച്ച മാജിക്ക് ഒരു പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണിക്കാനാവില്ല. നിരന്തരം ഭാരതീയ ജനതാ പാർട്ടി നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും. മുസ്ലിങ്ങൾ ഇതാ കേരളം കൊണ്ടുപോകുന്നു. ആ ഒരു വിമർശനം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ തടവിലാണ് മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിയുടെ തടവിലാണ്, മുസ്ലിം ലീഗിന്റെ തടവിലാണ്, വെൽഫെയർ പാർട്ടിയുടെ തടവിലാണ്. അതാണ് മുസ്ലിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അല്ലേ? ഇനി മുലയം സിംഗിനെ കുറിച്ച് മൗലന മുലയം എന്ന് പറഞ്ഞതുപോലെ ഇനി മൗലന സതീശൻ എന്ന് പറയുമോ, മുല്ല സതീശൻ എന്ന് പറയുമോ? സംശയമാണ്. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളിലൂടെ ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനും ഒരു പരിധിവരെ സൈഡ് ലൈൻ ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ടാവും. എങ്ങനെയാണ് VD സതീശൻ എന്നോട് പ്രതികരിക്കുന്നത്? സതീശന് അനുകൂലമായി ഒരു മന്ത്രിസഭ ഉണ്ടാകുമോ? 11 പേരാണ് കോൺഗ്രസിന് മന്ത്രിമാരാകാൻ സാധ്യത. അതിൽ 8 പേരുടെയെങ്കിലും മേൽ KC വേണുഗോപാൽ പക്ഷം പിടിമുറുക്കിയേക്കാം. മന്ത്രിസഭയ്ക്കുള്ളിൽ അച്യുതാനന്ദൻ നേരിട്ടൊരു പ്രശ്നമാണ്. മന്ത്രിസഭയ്ക്കുള്ളിൽ ഇരിക്കുന്ന മിക്കവരും പിണറായി വിജയൻ്റെ ഹാൻഡ് പിക്ക് നോമിനീസ് ആയിരുന്നു. അപ്പം മന്ത്രിസഭാ യോഗം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നൊരു കാലത്തിലേക്ക് വരുമോ? നയപരമായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കും? ഓരോ VD സതീശൻ കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയും ക്യാബിനറ്റിൽ എതിർത്ത് തോൽപ്പിക്കാൻ തക്ക മന്ത്രിമാർ വരുമോ? അറിയില്ല, വന്നേക്കാം. ഇനിയിപ്പോൾ മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്നതിലും ആ ഒരു സംഭവം, മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്നതിന് VD സതീശന് ഫ്രീ ഹാൻഡ് ലഭിക്കാൻ സാധ്യതയില്ല. നമ്മൾ സംസാരിക്കുന്ന പല പേരുകളുണ്ട് ഓട്ടോമാറ്റിക്കലി. പക്ഷേ അവിടെ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ പറ്റിയില്ല എന്ന ആരോപണമായിരിക്കും ആദ്യം. ഈഴവ സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കിട്ടാൻ തക്ക പ്രഭാവമുള്ള വലിയ രീതിയിൽ MLA-മാരില്ല. ഉണ്ട്, എണ്ണമുണ്ട്, പക്ഷേ എത്ര പേര് തിരഞ്ഞെടുക്കപ്പെടും അറിയില്ല. നായർ സമുദായത്തിൽപ്പെടുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. മറ്റ് സാമുദായിക ബാലൻസ്, ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ രീതിയിൽ കേരള കോൺഗ്രസിൽ നിന്നും വരുന്നവർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരുന്നവരാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ ക്രിസ്ത്യൻ MLA-മാർ മന്ത്രിസ്ഥാനത്ത് എത്തേണ്ടതുണ്ട്, മുസ്ലിങ്ങൾ എത്തേണ്ടതുണ്ട്, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളുണ്ട്. അപ്പം ന്യൂനപക്ഷ മന്ത്രിമാർ, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായത്തിലെ മന്ത്രിമാർ ഭൂരിപക്ഷം മന്ത്രിസഭയിലെ ബർത്തുകളും നേടിയെടുത്താൽ ഒരുപക്ഷെ മറ്റൊരു നറേറ്റീവായിരിക്കും ഉണ്ടാകുക. അത് BJP വലിയ രീതിയിൽ അത് ആഘോഷിക്കാനും അത് തുറന്നു കാട്ടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തും. അതൊക്കെ ടീം UDF എന്ന് പറയുമ്പോൾ എവിടെയാണ് പിടയ്ക്കാൻ പോകുന്നത്? ഇപ്പോൾ ടീം UDF ആണ്, ഓൾ റൈറ്റ് ആണ്. പക്ഷേ നാളുകളിൽ എങ്ങനെ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ടേൺ ഓഫ് ഇവന്റ്. തീർച്ചയായിട്ടും. അപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ഇനി അങ്ങോട്ട്. VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നു, പക്ഷേ അങ്ങനെയാണോ? ശരശയ്യ ആണോ അദ്ദേഹത്തിന്? ഉൾക്കിരീടമാണോ അതോ പ്രഷർ കുക്കർ സിറ്റുവേഷൻ ആണോ? എന്തിലാണ് സതീശൻ പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് സിംഹാസനത്തിലേക്ക് നടന്നു കയറാൻ പട വെട്ടി കയറേണ്ടി വന്നു. വെറുതെ പച്ചപ്പരവതാനി വിരിച്ചം കയറി വന്നതല്ല, ഇടവും വലവും വെട്ടി തന്നെ ജനങ്ങളെ പിന്നിൽ നിർത്തി പടനായകൻ പടഖധ്വനിയുടെ അടകമ്പടിയോടുകൂടി നടന്നെടുത്തു സിംഹാസനത്തിലേക്ക്. പക്ഷെ ഇരുന്ന് കഴിയുമ്പോൾ ഹി മേ റിയലൈസ് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി ഹോട്ട് സീറ്റ്. ആ സീറ്റിൽ നിന്നും അൺസീറ്റ് ചെയ്യാനായി പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്ത് നിന്നും കഠാരകൾ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷേ ടു ബിഗിൻ വിത്ത് ഐ വുഡ് സേ ഗുഡ് ലക്ക്. ഒരുപാട് ലക്ക് ആവശ്യമുണ്ട്, ലക്ക് ആവശ്യമുണ്ട്, അതല്ലേ? ഗുഡ് ലക്ക് എന്ന് പറയുമ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നും അർത്ഥമുണ്ട്. പക്ഷെ ലക്ക് തന്നെ ആവശ്യമുണ്ട്. ഓൾ സ്റ്റാർസ് നീഡ് ടു ബി ഷൈനിങ് ഓൺ ഹിസ് ഫേസ്. VD സതീശൻ അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം ഒന്ന് കണ്ണ് ചിമ്മിയാൽ അവിടെ ഇരുട്ടിൻ്റെ മറവിൽ കഠാരകൾ ഉയരും എന്നതാണ് ഇപ്പോഴത്തെ നില. അല്ല എങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കാട്ടിയ വൈഭവം ഒരു ഭരണത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയി ഒരു സർക്കസുകാരൻ്റെ മെയ്വഴക്കത്തോടു കൂടി ഈ ക്യാമ്പിനെ, ടീം UDFനെ തുടർന്നും 5 വർഷം നയിക്കാൻ കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി, ഏറ്റവും മികച്ച മാനേജറായി, ടീം മാനായി സതീശൻ മാറും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഗുഡ് ലക്ക് സതീശൻ, അതാണ് ഈ ചർച്ചയ്ക്ക് പറയാനുള്ളത്. മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ആ പടവെട്ടി തന്നെയാണ് വന്നത്, പടവെട്ടി തന്നെയാണ് കസേര പിടിച്ചെടുത്തത്. ആ കസേരയിൽ ഇനി അമർന്നിരിക്കുവാനും സാധിക്കും. പക്ഷേ ഭരണയന്ത്രം അത്ര സുഗമമായി തിരിക്കുവാൻ സാധിക്കുമോ? മന്ത്രിമാരുടെ
തീരുമാനവുമായി ബന്ധപ്പെട്ട് അവരെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ഫ്രീ ഹാൻഡ് ലഭിക്കുമോ വി.ഡി. സതീശന്? അതുപോലെ തന്നെ ലീഗിൻ്റെ പിന്തുണ ലഭിച്ചു വന്നതുകൊണ്ട് തന്നെ ലീഗിൻ്റെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്നുള്ള ഒരു ആക്ഷേപം ഉടനീളം കേൾക്കേണ്ടി വരുമോ? ഈ ഒരു സ്വാതന്ത്ര്യം ലീഗ് ദുരുപയോഗം ചെയ്യുമോ? അങ്ങനെ ചെകുത്താനും കടലിനും മധ്യത്തായി വി.ഡി. സതീശന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമോ? ഇത്തരത്തിലുള്ള ഒട്ടേറെ സംശയങ്ങളാണുള്ളത്. പക്ഷേ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണിത്. കേരള രാഷ്ട്രീയം മാറുന്നതിൻ്റെ ഒരു സൂചനയും നമുക്കിതിൽ നിന്നും ലഭിക്കുമെന്ന് തോന്നുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഗ്രൂപ്പ്സം പിടിമുറുക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് നിരീക്ഷണം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.